ഷാപ്പിന്ന് മുഖറ്റം കൊണ്ടിട്ട് രാജാവിൻ്റെ തിരുവേഴുന്നള്ളത്ത് ഒരുപാടുണ്ടേ പരിചയമുണ്ടേ തലതെറിക്കാനായിട്ടെഴുന്നള്ളത്തേ തലതെറിക്കാനായൊരെഴുന്നള്ളത്ത് എന്നെ വിളിച്ചോ രാജാവിനി എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുകനി എന്നെ വിളിച്ചോ രാജാവിനി എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുകനി ഉരുളിയാലും പ്രഭു എന്തൊട്ട് അരുളിയാലും പ്രഭു ഇടോ പടോ എന്താടോ കുറുക്കണം പ്രഭു നമ്മുടെ മരണത്തിൽ ജനങ്ങളെല്ലാം സന്തുഷ്ടരല്ലേ? അതേ പ്രഭു അങ്ങയുടെ മരണത്തിൽ എല്ലാ ജനങ്ങളും സന്തുഷ്ടരാണ്. പടോ നമ്മുടെ മനസ്സ് ആകെ അസ്വസ്ഥ കുങ്കിലമായിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ ആനന്ദത്തിൽ താറടിക്കാൻ കൊട്ടാര നർത്തകികളായ റമ്മിനെ വിളിക്കൂ. റമ്മോ OPR വേണോ OCR വേണോ അതോ ഓൾഡ് മങ്കി വേണോ? കുടിക്കുന്ന റമ്മിന്റെ കാര്യമല്ല നാം പറഞ്ഞത്. കൊട്ടാരം നർത്തകികളായ രംഭ, ഉർവശി, മേനക എന്നിവരെ വിളിക്കാനാണ് പറഞ്ഞത്. അവരുടെ ഷോർട്ട് ഫോം ആണ് ആലുയം റം. ക്ഷമിക്കണം പ്രഭു, ഉർവശിയെ മനോജ് കെരയൻ കെട്ടി, മേനകയെ പ്രൊഡ്യൂസർ സുരേഷ് കെട്ടി. രംഭയാണെങ്കിൽ ഇപ്പോ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷാ സിനിമകളിൽ ആകെ മൊത്തം പറയപ്പെടൂ. രംഭയിലും എത്രയോ ഭേദമാണെന്ന്. പക്ഷേ നമുക്ക് രംഭയുടെ നൃത്തം കണ്ടേ മതിയാകൂ. എന്റെ പൊന്നു തിരുമനസ്, രംഭയുടെ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ ആധാരം തന്നെ പണയം വെക്കേണ്ടതായി വരും. എന്താണ് തിരുമനസ് മോങ്ങുന്നത്? ഇപ്പോൾ തന്നെ നമ്മുടെ 3 കൊട്ടാരത്തിന്റെ ആധാരവും അവളുടെ കയ്യിലാണ്. പടോ എന്താടോ? നമ്മുടെ മഹാമന്ത്രി മാർത്താണ്ഡനോട് വരുവാൻ പറയൂ. ഒടിയനല്ല തരികട. പോയി വിളിച്ചു പാടൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. എന്ത് ചോദിച്ചാലും പാട്ട്. ഇത്രയും പാട്ടൊക്കെ പാടാൻ ഇവനാരും. ഇളയരാജയ്ക്ക് യേശുദാസ് ജനിച്ച് MG ശ്രീകുമാർ, അതോ ഞുണ്ണി മേനോനോ? ഒന്നല്ലോ മാർത്താണ്ഡൻ വന്നല്ലോ രാജാക്കന്മാർക്കിട്ട് പാറ വയ്ക്കാൻ. പാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒന്നായി കൂട്ടിക്കുഴയ്ക്കും അവൻ. മാപ്രാണം പ്രഭു. എന്തുട്ട്? മമ പ്രണാമ പ്രഭു, മമ പ്രണാമം. പ്രമാണം. മന്ത്രിമുഖവ, എന്താണ് രാജകുലോത്തമ? എങ്ങനെയിരിക്കുന്നു? ഇങ്ങനെ ഇരിക്കുന്നു. രാജകാര്യങ്ങൾ എങ്ങനെയിരിക്കുന്നു എന്നാണ് നാം ചോദിച്ചത്. ആരാധ്യം പറയും ആരെങ്കിലും ഒന്ന് പറയും. എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? ഈ നാട്ടിൽ ഈയിട പെയ്തത് വർണ്ണമഴ. ഇടിയ സൗണ്ടിൽ പെയ്യൽ കളർമഴ. ഈയറ്റ തോറും മഴ, കരിമോളിലുണ്ട് കരിമഴ. ജില്ലയിൽ മൊത്തം പലമഴ. എന്തോന്നു കുന്തമീ മഴ. ലോകാവസാനമാകുമോ? വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പടോ? വേറെയുമുണ്ട് തിരുമനസേ വിശേഷങ്ങൾ. അപ്പോൾ അത്രയ്ക്ക് കെങ്കേമമാണല്ലേ നമ്മുടെ ഭരണം? പിന്നെ അങ്ങ് ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒട്ടും കുറവില്ലെങ്കിലും പീഡനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് പ്രഭോ. എന്ത്? നാം ഉള്ളപ്പോൾ മറ്റൊരു പീഡകനോ? ആരാണവൻ? അസംഭവ്യം, ഇമ്പോസിബിൾ, നാഷണൽ ജിയോഗ്രാഫിക് ഡിസ്കവറി, അനിമൽ പ്ലാനറ്റ്. ആരാണവൻ? അല്ല, ആരാണെന്ന് ചോദിച്ചാ താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി ഭാരതീയനാണോ?
അതെ പ്രഭു. എടോ പടോ, is it approved? Yes, approved. ഞാൻ ഉദ്ദേശിച്ചത് ആ വീട് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായ പട്ടാമ്പി, തലശ്ശേരി, അങ്കമാലി, കാലടി തുടങ്ങിയ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ആളാണോ എന്നാണ്. അല്ല, അത് പിന്നെ അങ്ങനെ ചോദിച്ചു. ഞാൻ ചോദിച്ചത് സയൻസ് എക്സിബിഷൻ, എക്സിബിഷൻ, ഡിസ്റ്റിങ്ഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീപീഡന കേസുകളായ കുമളി, വിതുര, സൂര്യനെല്ലി ഇതിൽ ഏതെങ്കിലുമാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? ഇതിൽ മൂന്നിലുമുണ്ട് പ്രഭു. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കിടക്കുന്നു പുണ്യത്തിലേക്ക്. ഞാൻ എന്റെ 16 അടിയന്തരത്തിലെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അദ്ദേഹം രാജാവ്, പടയാളി, തൊഴിലാളി, മുതലാളി, മലയാളി, ബംഗാളി, നേപ്പാളി ഇതിൽ ഏതെങ്കിലും പെട്ട ഇടപ്പാളിയാണോ? സംശയമുണ്ടെങ്കിൽ ഈ പോകനോട് ചോദിക്കാം. എടോ, വിവരം കേട്ട മന്ത്രി, രാജാവ് ചോദിച്ചത് അയാൾ ആണാണോ പെണ്ണാണോ എന്നാണ്. പ്രഭു, ആണുമല്ല പെണ്ണുമല്ല. പിന്നെ അങ്ങയെ പോലെ ആണും പെണ്ണും കെട്ടവനാ. എന്റെ 28 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കിടക്കുന്നു രാജസൂയിലേക്ക്. ഓഹോ, മഹാപ്രാണിയോട് വാരാൻ പറയൂ. ഉത്തരവ്. കൊട്ടാരത്തിലെ ഭരണം കഴിഞ്ഞ മായമ്മപ്പോരിനിറങ്ങിയ നമ്മുടെ സ്വന്തം ജാനകി, യുവറാണി ജാനകി, മഹാറാണി ജാനകി. മഹാറാണി, നാം പള്ളി ഉറക്കമുണ്ടെന്നത് കണ്ടില്ലേ? ഇവിടെ നമുക്ക് കിട്ടേണ്ട പള്ളിച്ചായ. ക്ഷമിക്കണം പ്രഭു, പള്ളിച്ചായ ഉണ്ടാക്കുവാനുള്ള പള്ളിപ്പഞ്ചാരയും പള്ളിത്തേയിലയും ഒക്കെ തീർന്നു. ഓഹോ, എങ്കിൽ നാം രാവിലെ മോന്താറുള്ള പള്ളിക്കഞ്ഞിയും പള്ളിച്ചമ്മന്തിയും എടുത്തു വെക്കൂ. നാം മുണങ്ങട്ടെ. അയ്യോ, അത് മുഴുവൻ ആ പള്ളിപ്പൂച്ച കട്ടു കുടിച്ചു. ഈശ്വര, ഇന്നും പട്ടിണി. മഹാപ്രാണി, എവിടെ നിന്നാണ് താരാട്ട് പാട്ട് കേൾക്കുന്നത്? പ്രഭു, നമ്മുടെ 3 പെൺമക്കളും കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ്. അവർ അവരുടെ ആഗ്രഹം പാടി തീർക്കുകയാണ്. ഓഹോ, ആട്ടെ, ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയി നമ്മുടെ പുത്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? പ്രഭു, നമ്മുടെ കുമാരൻ ഈയിടെയായിട്ട് ഗുരുകുല ഹോസ്റ്റലിന്റെ മതിൽ ചാടി സ്ഥിരം സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ രാജഗുരു ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഈശ്വര, മന്ത്രി സത്തമ്മ, എന്താ? നിനക്കറിയൂ? അല്ല, നിനക്കറിയൂ നമ്മുടെ പുത്രൻ ഈ പോക്ക് പോയാൽ എവിടെ എത്തും? ഈ പോക്ക് പോയ നേരെ ബാത്റൂമിൽ. അതല്ല, നമ്മുടെ കാലശേഷം ഈ സിംഹാസനം ആരലങ്കരിക്കും? എന്റെ പ്രഭു, അത് വലിയ ഡെക്കറേഷൻ ബാധ്യത ഏൽപ്പിച്ചാൽ പോലെ അവൻ നന്നായിട്ട് അലങ്കരിച്ചോളും. ഓ, മന്ത്രിയാണ് പോലെ മന്ത്രി. വാളിന് മൂർച്ചയില്ലാണ്ടായി പോയി. ഇല്ലെങ്കിൽ ഞാൻ തല്ലി കൊന്നേനെ. ആരെവിടെ? എന്നെ വിളിച്ചോ രാജാവേ, നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. എന്നെ വിളിച്ചോ രാജാവേ, നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. കുളിപ്പിച്ചാലും പ്രഭു. എന്തൊട്ട്? അല്ല, കളിപ്പിച്ചാലും പ്രഭു. ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ നമ്മുടെ പുത്രനോട് ഉടൻ എത്താൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി, ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി, ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. രാജരാജഗുരു, ഊരിന്മേൽ ഗുരു, ഉണ്ണിക്കുരു, മഞ്ചാടിക്കുരു, രാജഗുരു ഇതാ എഴുന്നള്ളുന്നേ. ഇറക്കുന്നല്ലോ, ഇറക്കുന്നല്ലോ. ചായ തായോ, ചായ തായോ. ഇറക്കുന്നല്ലോ, ഇറക്കുന്നല്ലോ. ചായ തായോ, ചായ തായോ. മാറ്റുവാങ്ങി അടിച്ചോളൂ. ഇപ്പോൾ ഞങ്ങൾ എടുത്തോളാം. രാജഗുരു, അങ്ങയ്ക്ക് പ്രണാമം. ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് വന്ന പുത്രനെവിടെ? Mitsubishi Suzuki Sandro Hyundai. സത്തമ്മ, ഓ, നാം എന്താണ് ഈ കേൾക്കുന്നത്? അദ്ദേഹം അങ്ങയുടെ മകളെ സംസ്കൃതത്തിൽ ചീത്ത വിളിച്ചതല്ലേ? Sambhavami Yugo. സംഭവാമി യുഗേ യുഗേ എന്നല്ലേ മഹർഷി? നിങ്ങളോടൊക്കെ ഇവിടുന്ന് പോകാനാണ് നാം പറഞ്ഞത്. സംഭവാമി Yugo. അങ്ങ് ഇത്രയ്ക്ക് കോപിഷ്ഠനാകാൻ നമ്മുടെ പുത്രൻ അത്രയ്ക്ക് വൃത്തികിട്ടവനാണോ? Nadandenaha. എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ അങ്ങയുടെ തന്നൊക്കെ വിളിച്ചതാണ്. ഈശ്വര, അതെ, നമ്മുടെ പുത്രന്റെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ പോകുന്നു? Napujade. പ്രഭു, അവൻ എല്ലാത്തിനും പൂജ്യമാണെന്ന്. ഓഹോ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? Dio Yona Prachodaya.
എന്നെ വിളിച്ചോ രാജാവെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചൊല്ലുക നീ. നമ്മുടെ പുത്രനോട് എത്രയും പെട്ടെന്ന് ഹാജരാവാൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കുമാരൻ എത്തിയല്ലോ. തന്നപ്പടി എന്നാ മോനെ? ഈ അരങ്ങാതി രാജഗുരുവിന് കൊട്ടാരത്തിൽ എന്താണ് കാര്യം? അവന്റെ താടിക്ക് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ പേടി കൃത്യമായിരുന്നു. നിനക്ക് എന്നെ അറിയാൻ പാടില്ല. നീ തറയാണെങ്കിലുണ്ടല്ലോ ഞാൻ വെറും അടിത്തറയാടാ. നീ ചെറ്റയാണെങ്കിൽ ഞാൻ അതിലും പരമ ചെറ്റയാടാ, പരമ ചെറ്റ. അപ്പോ ഞാൻ പട്ടനാണെങ്കിലോ? ഈ ഭക്തനാണെങ്കിൽ ഞാൻ മുഴുവട്ടനാണ്, മുഴുവട്ടൻ. ഈ പ്രൊഡ്യൂസർ എന്നാ മോനെ? ഈ മുഴുവനെ പിടിച്ച് തടവിലടയ്ക്കൂ. അത് ശരി, ഒരു വട്ടുമില്ലാത്ത എനിക്ക് മുഴുവട്ടാന്ന് പറഞ്ഞ് തടവറയിൽ അടക്കാൻ നോക്കിയ നീയുമായി ഞാനിതാ യുദ്ധം ഫിക്സ് ചെയ്തിരിക്കുന്നു. ഞാനിവനെ തന്നു ഇന്നിവന്റെ എല്ലൂരി കൊട്ടേടാക്കിയും ഞാനിവന്റെ കല്ലെല്ല മല്ലിക്കാട്ടും തുണിച്ചുമത്തി പപ്പടമാക്കും ഒരേടഭിഷേകം അഭിഷേകം ഒരേടഭിഷേകം അഭിഷേകം ഇന്ന പിടിച്ചോ. ഇവന്റെ പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിൽ എന്റെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത് തരിപ്പണമായല്ലോ. മോനെ, ഈ രാജഗുരുവിനെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അതെനിക്കും തോന്നി. ബാലൻസ് ഉണ്ടായിരുന്ന ബന്ധങ്ങളും തകർന്ന് തവിട്ട് പൊടിയായല്ലോ ഈശ്വര. ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്?